ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ബൈബിൾ റീഡിങ്ങിൽ പഴയ നിയമത്തിൽ 1 ശമൂവേൽ വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം അവസാന അധ്യായത്തിൽ നമ്മൾ ശൗൽ രാജാവിൻ്റെ ദാരുണമായ ഒരു അന്ത്യം കണ്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. ദാവീദിൻ്റെ ശത്രുവായി ഏകദേശം 10 വർഷം ദാവീദിനെ അദ്ദേഹം കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ച് അദ്ദേഹത്തെ വളരെയേറെ ഉപദ്രവിച്ച വ്യക്തിയാണ്. എന്നാൽ ശൗൽ മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ദാവീദിലുണ്ടായ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെയും നിങ്ങളുടെയും ശത്രുവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ അപ്രകാരം ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ പരസ്യമായി സന്തോഷം പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്ന മനോഭാവമല്ലേ നമുക്കുള്ളതെന്ന് നമ്മൾ ചിന്തിക്കുക. ഇവിടെയാണ് ദാവീദ് ജീവിക്കുന്നത്. പഴയ നിയമകാലത്താണേലും പുതിയ നിയമത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ദാവീദിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഒരു അമാലേക്യൻ ദാവീദിൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, ശൗൽ രാജാവ് കൊല്ലപ്പെട്ടു. അദ്ദേഹം തോക്കുമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തെ കൊന്നത് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തോൾ വളയും കിരീടമൊക്കെ ദാവീദിനെ കാണിച്ചതായ സമയത്ത് ദാവീദ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനെ കൊല്ലുവാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? ഇവൻ വാസ്തവത്തിൽ തനിക്ക് ദാവീദിൽ നിന്ന് എന്തെങ്കിലും പാരിതോഷികം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്ന് ഈ കള്ളത്തരം അവിടെ വന്ന് പറയുന്നത്. നമുക്കറിയാമൻ കൊന്നതല്ല. ശൗൽ രാജാവ് തൻ്റെ വാളിന്മേൽ തന്നെത്താൻ വീണു മരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ദാവീദിൽ നിന്ന് പാരിതോഷികം ലഭിക്കാൻ വേണ്ടി വന്ന് കള്ളം പറഞ്ഞു. ദാവീദ് തൻ്റെ ശത്രുവാണെങ്കിലും ഒരു അഭിഷിക്തനെ കൊന്നതിൽ ഈ മനുഷ്യനെ ഇവിടെ വധിക്കാൻ ആവശ്യപ്പെടുകയും അവൻ വധിക്കപ്പെടുകയും ചെയ്യുന്നതായി നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ വായിക്കുന്നു, ഈ വാർത്ത കേട്ട ഉടനെ ദാവീദ് ചെയ്തത് സന്തോഷിക്കുകയല്ല, അദ്ദേഹം അന്നത്തെ ദിവസം മുഴുവൻ വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യൻ എന്ന് നമ്മൾ ദാവീദിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. തൻ്റെ ശത്രുവിനെ നാശം കേട്ടപ്പോൾ അതിൽ സന്തോഷിക്കാതെ അന്നത്തെ ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ അനുദപിച്ച് കരഞ്ഞ് ദൈവസന്നിധിയിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ദാവീദ്, ഞാൻ പറഞ്ഞതുപോലെ, ദാവീദ് പഴയ നിയമകാലത്ത് ജീവിക്കുന്നെങ്കിലും പുതിയ നിയമ ആത്മാവോടുകൂടി. നമ്മൾ ചിന്തിക്കുക, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് പുതിയ നിയമകാലത്താണ്. പക്ഷേ നമ്മിൽ വസിക്കുന്ന ആത്മാവ് ഏതാണ്? പഴയ നിയമത്തിലെ പ്രതികാരത്തിൻ്റെ ആത്മാവിലല്ലേ ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ഈ സംഭവം നമ്മളെ ചിന്തിപ്പിക്കാൻ ഇടയാവട്ടെ. നമ്മുടെ കർത്താവ് തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 35-36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആവശ്യപ്പെട്ടു, നിങ്ങളുടെ പൂർവന്മാരോട് അള്ളിച്ചത് കേട്ടിട്ടുണ്ടല്ലോ, ശത്രുവിനെ ദ്വേഷിക്കുക, മിത്രത്തെ സ്നേഹിക്കുക. ഞാനോ നിങ്ങളോട് പറയുന്നു, ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക.
കർത്താവ് ഈ മഹത്തായ പഠിപ്പിക്കുന്നതിന് മുൻപ് പഴയ നിയമകാലത്ത് കർത്താവ് പഠിപ്പിച്ചതായ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുന്നവനാണ് ദാവീദെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാനും നിങ്ങളും ഇന്ന് പുതിയ നിയമ പരിശുദ്ധാത്മാവിനെ സ്നാനത്തിലൂടെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവരാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവിലും സകല സത്യത്തിലേക്കും വഴി നടത്തും. ആ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്ന പുതിയ നിയമസഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെയൊക്കെ മനോഭാവം എന്താണ്? ശത്രു സംഹാരമല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതെന്ന് നമ്മളൊരു നിമിഷം ചിന്തിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദാവീദിനെ പോലുള്ള മനോഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, സൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടാണല്ലോ ശമൂവേൽ പുരോഹിതൻ ദാവീദിനെ അഭിഷേകം ചെയ്തത്. പക്ഷേ സൗലിൻ്റെ ആ അഭിഷേകം നഷ്ടപ്പെട്ടുവെങ്കിലും ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ദാവീദ് ഏറെ ബഹുമാനിച്ചു, ആദരിച്ചു. ഒരിക്കൽ തൻ്റെ ശത്രുവായ ശൗലിനെ കൊല്ലുവാനുള്ള അവസരം 2 പ്രാവശ്യം തനിക്ക് നേരിട്ട് തന്നെ തൊട്ടടുത്ത് ലഭിച്ചതാണ്. ഒരു പ്രാവശ്യം നമുക്കറിയാം, ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗം വരെ ദാവീദ് കീറിയെടുത്തു, അദ്ദേഹത്തിനുള്ള ഒരു തെളിവ് കാണിക്കാൻ. അങ്ങനെ കീറേണ്ടി വന്നതിൽ അദ്ദേഹം പിന്നെ ദുഃഖിച്ചതായി നമ്മൾ അവിടെ മുമ്പ് വായിച്ചതാണ്. അഭിഷിക്തൻ്റെ വസ്ത്രത്തെ തൊട്ടതിൽ, അത് കൊന്ന് മുറിച്ചെടുക്കേണ്ടി വന്നതിൽ പോലും അദ്ദേഹം ഖേദിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുന്തവും കൂജയും ഒക്കെ സ്വന്തമാക്കി ഉറങ്ങിക്കിടക്കുന്നവനെ ഒറ്റക്കുത്തിന് കൊല്ലാമെന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞതാണ്. ദാവീദ് സമ്മതിച്ചില്ല. അഭിഷേകം നഷ്ടപ്പെട്ടവനാണെങ്കിലും അവൻ ആ സ്ഥാനത്ത് തുടരുന്നതിനാൽ അവനെ സ്നേഹിക്കുവാനും അവൻ്റെ അഭിഷേകത്തെ, ദൈവത്തിൻ്റെ ആ അഭിഷേകത്തെ ആദരിക്കാനും എപ്പോഴും ദാവീദ് തയ്യാറായിരുന്നു എന്ന കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ദാവീദ് പറഞ്ഞത്, ഞാൻ അവനെ തൊടുകയില്ല എന്നാണ്. 17 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ വിലാപഗാനം നമ്മൾ കാണുന്നുണ്ട്. ഒരു ദൈവമനുഷ്യൻ തന്നെ ദ്രോഹിക്കുന്നവരോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ദാവീദിന് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ വിലാപഗാനത്തിൽ യോനാഥാനെ കുറിച്ച് വിലപിക്കുന്നതിൽ നമുക്ക് പറയാം, യോനാഥാൻ ദാവീദിൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനായിരുന്നു. അപ്പനായിരുന്ന ശൗൽ വെറുത്തപ്പോഴും ദാവീദിനെ സ്നേഹിക്കുകയും പലപ്പോഴും ദാവീദിൻ്റെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് യോനാഥാൻ്റെ മരണത്തിൽ ദാവീദിന് വിലാപം ഉണ്ടാകാം. എന്നാൽ സൗലിൻ്റെ മരണത്തിൽ ദാവീദ് എന്തിനാണ് വിലപിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തന്നോട് ചെയ്ത ദ്രോഹമല്ല ദാവീദിലൂടെ ഓർക്കുന്നത്. ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് സംരക്ഷിച്ചതിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ നന്മ പ്രവൃത്തികളെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു രാജാവ് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ദാവീദോട് വിലപിക്കുന്നതായി നമ്മൾ കാണുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയം ഉള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശമൂവേലിന് പറഞ്ഞത്, എൻ്റെ ഹൃദയപ്രകാരം ഉള്ള ഒരു മനുഷ്യനെ നീ തിരഞ്ഞെടുക്കണം. മറ്റുള്ളവരെയൊക്കെ നോക്കി അവരിൽ നിന്നൊക്കെയും വെറും ആട്ടിടയനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം അതാണ്. അപ്പം ദാവീദ് ചെയ്ത ശൗലിനെ താൻ വധിക്കാതെ ന്യായവിധി താൻ ദൈവത്തിന് വിട്ടുകൊടുത്തു. അപ്രകാരം ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റാൻ പോകുന്നതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദാവീദിൻ്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്ത് ഒരു വലിയ ദൈവാനുഭവത്തോടെ ജീവിക്കുവാൻ, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ആ ഉദാത്തമായ ആത്മാവ്, ദൈവമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ശക്തിപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വേദഭാഗം, ദാവീദിൻ്റെ ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.